വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം. പ്രിയങ്ക ഗാന്ധി ശക്തമായ നിലപാടെടുത്തു. രാജി AICCക്ക് ലഭിച്ചത് 2 ദിവസം മുൻപ്. രാജിക്കാര്യത്തിൽ പാർട്ടി വിശദീകരണം നൽകുമെന്ന് ആണ് ND അപ്പച്ചൻ പ്രതികരിച്ചത്. എന്നോട് താങ്കൾ മാറണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അന്ന് പറ്റിയ ആ സമയം മിനിറ്റിൽ തന്നെ ഞാൻ മാറും. പക്ഷേ KPCC പ്രസിഡന്റ് കൺഫേം ചെയ്തു അങ്ങയുടെ രാജി ഇന്നലെ കത്തുന്നു പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ മറുപടി? കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ നീക്കിക്കോട്ടെ, പറഞ്ഞോട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ അനുസരിക്കാം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ രാജി ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം എന്ന് വ്യക്തമാവുകയല്ലേ? എങ്ങനെയാണ് ആ തീരുമാനം? ഏത് തലത്തിലാണ് എടുത്തത്? വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് പ്രത്യേക താല്പര്യമുണ്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ND അപ്പച്ചൻ അടക്കമുള്ള ആളുകൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നിരന്തരമായി വരുന്ന ആത്മഹത്യകളുണ്ട്. അതോടൊപ്പം തന്നെ പല കേസുകളും പാർട്ടിക്കകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തിക തിരിമറികൾ, അത്തരത്തിൽ വലിയ ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ വലിയ തരത്തിൽ പാർട്ടിക്ക് പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ആയതാണ്. എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് സന്ദർശിച്ച് വന്ന ഘട്ടത്തിൽ പോലും ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിരുന്നു. പ്രത്യേകിച്ച് അറസ്റ്റും പിന്നീടുണ്ടായ ആത്മഹത്യകളും ഒക്കെ വലിയ തരത്തിൽ കോൺഗ്രസിന് വലിയ ഔമതിപ്പ് ഉണ്ടാക്കി എന്ന് യാഥാർത്ഥ്യമാണ്. ഈ ഘട്ടത്തിലാണ് ഇതിൽ നിർണായക തീരുമാനം പ്രിയങ്ക എടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ രാജി ഇപ്പോൾ 2 ദിവസം മുൻപ് തന്നെ ഹൈക്കമാൻഡിലേക്ക് ലഭിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്.